താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പെരിമീറ്ററും ഏരിയയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വശങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഒരു വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. പിന്നീട് ഈ ഒരു വശത്തിൻ്റെ നീളം എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് അറിയേണ്ടത് ഈ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്ന് അറിയില്ല. അതറിയാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ ഒരു ഫിഗറിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ചില ഭാഗങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഇതേപോലെ ഒന്ന് വരയ്ക്കാം. മുകളിലേക്കായിട്ട് ഒരു ചെറിയൊരു രേഖ വരയ്ക്കുക. അതിനുശേഷം അവിടെ നിന്ന് ലെഫ്റ്റ് ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുക. ഈ വരുന്ന ഭാഗവും നമുക്ക് യോജിപ്പിക്കാം. ഈ ചെറിയ ഭാഗം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള മുകളിലുള്ള ഭാഗം എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ വന്നു, ഇവിടെ 1 സെൻറ്റിമീറ്റർ വന്നു. ഇത് രണ്ടും ചേർന്നുള്ള ഭാഗമായിരിക്കും മുകളിൽ. അപ്പോൾ ഈ ഒരു നീളം എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയുള്ളത് എത്രയാണ്? ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. മുകളിൽ എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ചെറിയ ഭാഗത്തിൻ്റെ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കിയിട്ടുള്ള ഭാഗം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. എല്ലാ ഭാഗത്തിൻ്റെയും സൈഡുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? പെരിമീറ്റർ കാണാം. പെരിമീറ്റർ എത്രയായിരിക്കും? ആദ്യത്തെ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. പ്ലസ് 6 സെൻറ്റിമീറ്റർ പ്ലസ് ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ, ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ. 1 + 1 പ്ലസ് പിന്നീട് ഒരു 2 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. 1 സെൻറ്റിമീറ്ററും വീണ്ടും 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 + 1 + 1. ഇത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ വരുന്നത്. 6 + 4 10, 11, 12, 2 14, 15, 16 പ്ലസ് 4. ഈ ഭാഗം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഏരിയ കാണാൻ വേണ്ടി ഇതിനെ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ഈ മൊത്തം ഏരിയ, ഇവിടെ കാണുന്ന ഒരു മൊത്തം ഏരിയ എന്താണ്? അതൊരു റെക്ടാങ്കിൾ ആണ്. അതിനെ ഏരിയ 1 ആക്കിയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ഏരിയ 2 എന്ന് കൊടുക്കാം. ഇവിടെ ഏരിയ 3 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണേണ്ട ഭാഗം എന്താണ്? ബ്ലൂ കളറിലുള്ളതാണ്. അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ഏരിയ ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഏരിയ 1 മൈനസ് ഏരിയ 2 + 3. ഏരിയ 2 പ്ലസ് ഏരിയ 3. ഇത് രണ്ടും കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? മൊത്തം ഏരിയയിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെയാണെങ്കിലാണ് ഈ ബ്ലൂ കളറുള്ള ഏരിയ കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഏരിയ 1 എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ടുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ മൊത്തം ഭാഗം ചേർത്താണ്. ഈ ബ്ലൂ കളറുള്ളത് മാത്രമല്ല, മൊത്തം ഏരിയ ആണ് ഏരിയ 1 ആയിട്ട് എടുക്കുന്നത്. ഈ ചെറിയൊരു ഭാഗമാണ് ഏരിയ 2 ആയിട്ട് എടുക്കുന്നത്. മൂന്നാമത്തെ ഭാഗമായിട്ട് എടുക്കുന്നത് ഏരിയ 3 ആയിട്ട് എടുക്കുന്ന ഈ ഒരു ഭാഗമാണ്. ഈക്വൽ ടു ഏരിയ 1 എന്താണ്? 6 × 4 ആണ്. 6 × 4 മൈനസ് ഏരിയ 1 എന്തായിരിക്കും? ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. 2 × 1 എന്താണ്? വലിയൊരു ഭാഗമായിട്ട് എടുക്കാം. കാരണം ഈ ഒരു പാർട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. പ്ലസ് ഈ ഭാഗത്തിൻ്റെ ഒരു വശം വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു വശം വരുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതും എന്താണ് വരുന്നത്? 2 × 1 ആണ് വരുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ, വലിയ ബ്രാക്കറ്റിൽ ചെയ്തതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? 6 × 4 അവിടെ തന്നെ വയ്ക്കാം. മൈനസ് 1 × 2 2 പ്ലസ് 1 × 2 2. ഇങ്ങനെ കിട്ടി. അതിനുശേഷം 6 × 4 24 ആണ്. 24 മൈനസ് 2 + 2 4 ഈക്വൽ ടു ഇതാണ് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അടുത്ത ഫിഗർ നോക്കാം. വളരെ സിമ്പിളാണ് ഇത് കണ്ടുപിടിക്കാൻ. ചെറിയൊരു പാർട്ടാണ് എന്ത് ചെയ്തത്? കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോഴെന്തായി? വലിയൊരു റെക്ടാങ്കിളായി. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റെക്ടാങ്കുലർ കൂടിയായി. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിന് ഏരിയ 1 എന്ന് കൊടുക്കാം. ഇവിടെ ഏരിയ 2 എന്ന് കൊടുക്കാം. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. പിന്നീട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 2 വശങ്ങളുടെ നീളം കാണണം, അല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? അതേപോലെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. പിന്നീട് ഇവിടെ കട്ടാവുന്ന ഭാഗം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് കട്ടാവുന്നതെങ്കിൽ ടോട്ടൽ 5 സെൻറ്റിമീറ്റർ വീതം വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പെരിമീറ്റർ കാണുകയാണെങ്കിൽ എന്താണ് എഴുതേണ്ടത്? 4 +
5 പ്ലസ് പിന്നെ ഇവിടെ വരുന്ന 4 പ്ലസ് പിന്നീട് എന്താണ് ഒരു 2 സെൻറ്റിമീറ്റർ വന്നു 2 പ്ലസ് പിന്നെ താഴേക്ക് 1 സെൻറ്റിമീറ്റർ വന്നു 1 സെൻറ്റിമീറ്റർ പിന്നീട് ഇവിടെയുള്ള 1 സെൻറ്റിമീറ്റർ 1 പ്ലസ് പിന്നീട് മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ 1 പ്ലസ് പിന്നീട് എന്താണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള 2 സെൻറ്റിമീറ്റർ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ 5 പ്ലസ് 4 9 9 പ്ലസ് 4 എത്രയാണ് 13 13 പ്ലസ് 2 15 16 17 18 2 എത്രയാണ് കിട്ടുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇവിടെ കാണാം ടോട്ടൽ ഏരിയ കാണാം എന്താണ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ 1 മൈനസ് ഏരിയ 2. മൊത്തം ഏരിയ എത്രയാണ് വരുന്നത് ഒരു സൈഡ് 5 ആണ് മറ്റേ സൈഡ് 4 ആണ് അല്ലേ 5 ഇൻറ്റു 4 എന്ന് കിട്ടും മൈനസ് ഇവിടെയുള്ള എത്രയാണ് ഒരു സൈഡ് 1 ആണ് മറ്റൊരു സൈഡും 1 ആണ് അപ്പോൾ 1 ഇൻറ്റു 1 എന്താണ് 1 തന്നെയാണ് നമുക്ക് 1 ഇൻറ്റു 1 എന്ന് എഴുതാം ഈക്വൽ ടു 5 4 20 20 മൈനസ് 1 എത്രയാണ് കിട്ടുന്നത് 19 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ചില അളവുകൾ നമ്മൾ കണ്ടെത്തണമെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ ഒരു കട്ടിങ് ഇതേപോലെ കൊടുക്കാം ഏരിയ 1 ആയിട്ട് എടുക്കാം ഇവിടെ ഏരിയ 2 ആയിട്ട് എടുക്കാം. ഇവിടെ ടോട്ടൽ ഏരിയ കാണാൻ ഈ രണ്ട് ഏരിയകളും തമ്മിൽ കൂട്ടിയാൽ മതി. പിന്നീട് കാണേണ്ടത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കാണാൻ വേണ്ടി വശങ്ങളുടെ അളവുകൾ കണ്ടെത്തണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യാം നമുക്ക് 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. പിന്നീട് കാണേണ്ടത് ഈ രണ്ട് സൈഡുകളുടെ അളവുകളാണ്. അപ്പോൾ താഴെ 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ടോട്ടൽ വരുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതിന് 2 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലും 2 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിലും കൊടുക്കാം. പിന്നീട് ഈ ഭാഗത്തിൻ്റെയാണ് കാണേണ്ടത്. ടോട്ടൽ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ഇവിടെ ഉള്ള ചെറിയൊരു ഭാഗം എന്താണ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് 5 വരണമെങ്കിൽ ഇവിടെയുള്ള ഭാഗം എന്തായിരിക്കും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ റൈറ്റ് സൈഡിൽ 4 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ എല്ലാ വശങ്ങളും കിട്ടിക്കഴിഞ്ഞു. പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 5 നിന്ന് തുടങ്ങാം 5 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് വീണ്ടും ഒരു 1 വരുന്നു 1 പ്ലസ് അടുത്ത സൈഡ് 4 പ്ലസ് 2 പ്ലസ് 1 ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടണം. 5 പ്ലസ് 1 6 പ്ലസ് 2 8 8 പ്ലസ് 4 12 13 17 19 1 20 20 സെൻറ്റിമീറ്റർ കിട്ടി. അടുത്തത് ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു ഏരിയ 1 പ്ലസ് ഏരിയ 2 ആണ്. ഏരിയ 1 എത്രയാണ് ഒരു വശം 5 ആണ് മറ്റൊരു വശം 1 സെൻറ്റിമീറ്റർ ആണ്. 5 ഇൻറ്റു 1 പ്ലസ് അടുത്ത വശം എന്താണ് 4ഉം 1ഉമാണ് വരുന്നത് 4 ഇൻറ്റു 1 5 പ്ലസ് 4 ഈക്വൽ ടു 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. വളരെ ഈസി അല്ലേ. അടുത്തത് തന്നിരിക്കുന്നത് ഇ എന്ന ലെറ്ററാണ്. പെരിമീറ്ററും ഏരിയയും കാണണം. ആദ്യം പെരിമീറ്റർ കാണാം. പെരിമീറ്റർ കാണാൻ വേണ്ടി ചില സൈഡുകളുടെ അളവുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ എത്രയായിരിക്കും ഈ ഒരു ഭാഗം 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തിൻ്റെ അളവുകൾ ഒരേപോലെയാണ്. ഒരേ വിഡ്ത്തിലാണ് ഇ എന്ന ലെറ്റർ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. പിന്നീട് ഇവിടെയും 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഈ ഭാഗം എന്തായിരിക്കും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. മുകളിലുള്ള ഈ ഒരു ഭാഗവും 1 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ലെങ്ത് കിട്ടേണ്ടിയിരിക്കുന്നു. താഴെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവിടെയും 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. മുകളിലുള്ള ഈ ഒരു അളവ് എത്രയാണ് 3 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് താഴെയും 3 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കാം. എല്ലാ അളവുകളും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈക്വൽ ടു ഇവിടെ 5 സെൻറ്റിമീറ്റർ ഇവിടെ 5 സെൻറ്റിമീറ്റർ ഇവിടെ 5 സെൻറ്റിമീറ്റർ 3 5 സെൻറ്റിമീറ്റർ വന്നു. 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് ഇവിടെ എന്താണ് ഒരു 1 വന്നു. ഇവിടെ ഒരു 4 1 പ്ലസ് 4 എഴുതാം.
പ്ലസ് പിന്നീട് വരുന്നത് 1 പ്ലസ് 3 ആണ്. അത് എഴുതാം. പിന്നീട് 1 പ്ലസ് 3 വീണ്ടും വരുന്നുണ്ട്. 1 പ്ലസ് 3 പ്ലസ് പിന്നീട് 1, 4, 1 ആണ് ബാക്കി വരുന്നത്. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടണം. പെരിമീറ്റർ കിട്ടുന്നത് 34 സെൻറ്റിമീറ്റർ ആണ്. കുട്ടികൾക്ക് കൂട്ടി നോക്കാം. ഇനി നമുക്ക് ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ കാണാൻ വേണ്ടി ഇ എന്ന ലെറ്ററിനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നു? ഇവിടെയും 1 സെൻറ്റിമീറ്റർ വരും. അതേപോലെ തന്നെ മുകളിലുള്ള ഭാഗത്തും 1 സെൻറ്റിമീറ്റർ വരും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 1 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആണ്. പാർട്ട് 1 എന്ന് എടുക്കാം. ഇവിടെ 2 എടുക്കാം. ഇവിടെ 3 എടുക്കാം. ഇവിടെ 4 എടുക്കാം. അപ്പോൾ ഏരിയ ഈക്വൽ ടു എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ആണ്. ഈ മൊത്തം ഏരിയകൾ കണ്ട് അത് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏരിയ കാണാം. ഏരിയ 1 കാണാൻ വേണ്ടി ഒരു സൈഡ് വരുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു സൈഡ് വരുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോഴെന്താണ്? 5 ഇൻറ്റു 1 ആണ് വരുന്നത്. പ്ലസ് രണ്ടാമത്തത് വരുന്നത് എത്രയാണ്? ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണും. ഇത്ര ഭാഗങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ എഴുതാം 4 ഇൻറ്റു 1 പ്ലസ് പിന്നീട് ഈ ഭാഗമാണ്. അത് 1 ഇൻറ്റു 3 ആണ് വരുന്നത്. 1 ഇൻറ്റു 3 പ്ലസ് ഒന്നുകൂടെ വരുന്നുണ്ട്. എത്രയാണ്? 1 ഇൻറ്റു 4. 1 ഇൻറ്റു 4 ഈക്വൽ ടു ആദ്യത്തേത് വരുന്നത് 5 പ്ലസ് 1 ഇൻറ്റു 4 4 പ്ലസ് 3 പ്ലസ് 4 ഈക്വൽ ടു 5 പ്ലസ് 4 9 9 പ്ലസ് 3 12 12 പ്ലസ് 4 16 16 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, പ്ലസ് എന്ന രൂപമാണ് തന്നിരിക്കുന്നത്. എല്ലാ വശങ്ങളുടെയും അളവുകൾ എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എണ്ണി നോക്കിയാൽ മനസ്സിലാകും 12 വശങ്ങളാണുള്ളത്. അപ്പോൾ 12 വശങ്ങൾക്ക് 2 സെൻറ്റിമീറ്റർ വീതമാകുമ്പോൾ 24 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ. കൂട്ടി നോക്കാം വേണമെങ്കിൽ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നീട് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. ഏരിയ കാണാൻ വേണ്ടി നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഇതേപോലെ 2 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭാഗം 1 ആയിട്ട് കിട്ടും. ഇവിടെ ഭാഗം 2 ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗം കിട്ടും. മൂന്നിൻ്റെയും ഏരിയ കണ്ടതിന് ശേഷം എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഏരിയ കാണാം. ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ 1 പ്ലസ് 2 പ്ലസ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ 1 നോക്കാം. 2 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ആണ്. അപ്പോഴെന്താണ്? 2 ഇൻറ്റു 2 ആണ് വരുന്നത്. പ്ലസ് രണ്ടാമത്തത് നോക്കാം. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. മൊത്തം നീളം എത്രയാണ് വരുന്നത്? 6 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ സൈഡ് എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 2 എന്ന് എഴുതാം. പ്ലസ് 2 സെൻറ്റിമീറ്റർ വീതമാണ് സൈഡുകൾ വരുന്നത്. അതുകൊണ്ട് 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ നോക്കാം ടോട്ടൽ എത്രയാണ് കിട്ടുന്നതെന്ന്. 2 ഇൻറ്റു 2 4 പ്ലസ് 6 ഇൻറ്റു 2 12 പ്ലസ് 2 ഇൻറ്റു 2 4 4 പ്ലസ് 12 16 16 പ്ലസ് 4 20. ആൻസർ കിട്ടുന്നത് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്.